ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മഴക്കാലമായ ഏറ്റവും വലിയ പ്രശ്നമാണല്ലേ നമുക്കിതുപോലെ പുല്ലൊക്കെ വളർന്നിട്ട് അതിൻ്റെ ഇടയിൽ പാമ്പ്, അതുപോലെ കൊതുകിൻ്റെ ശല്യം, അതുപോലെ കമ്പിളിപ്പുഴു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ള ഒരു സൊല്യൂഷനാണ്. അപ്പോൾ നമ്മൾ എത്ര പെട്ടെന്ന് തന്നെ നമ്മൾ ഈ പുല്ലൊക്കെ വേഗം കരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. നമുക്ക് അടുക്കളയിലുള്ള 2-3 സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഈ പുല്ലെല്ലാം കരിച്ച് കളയാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ കെമിക്കലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, വളരെ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും വേണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം കേട്ടോ. ഈ 3 സാധനങ്ങൾ മാത്രം മതി. അതിന് കൂടെ ചെറിയൊരു ഇൻഗ്രീഡിയൻസും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ സ്ഥലമുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു പാക്കറ്റ് ഉപ്പാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളത്തെ എത്രയാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് ഇടുക. അപ്പോൾ ഞാൻ ഏകദേശം ഒരു പാക്കറ്റ് ഉപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് സുറുക്കിയും പിന്നെ നമുക്ക് ലിക്വിഡും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പ് നല്ലോണം ഇടുകയാണ് വെച്ചാൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെ നമുക്ക് വേഗം കിട്ടും കേട്ടോ. അപ്പോൾ അത് ഉപ്പ് അടുത്തതായിട്ട് ഇതുപോലൊരു കുപ്പി സുറുക്കിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം ഇതൊന്ന് അലിഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ച് പാടാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഒന്ന് അലിയിച്ചെടുക്കേണ്ട. അപ്പം നമുക്ക് സുറുക്കിയും കൂടെ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നമുക്കിതുപോലെ ലിക്വിഡാണ്. നമ്മൾ പാത്രം കഴുകണതാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ തുണികൾ വാഷ് ചെയ്യുന്ന ലിക്വിഡാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഏകദേശം നമുക്കിതുപോലെ ഒഴിച്ചിട്ട് നന്നായിട്ട് വെള്ളത്തിലൊന്ന് കലക്കി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ വളരെ കുറച്ച് പുല്ല് മാത്രമേ കാണിച്ചിരുന്നുള്ളൂ കേട്ടോ. കാരണം നമുക്കത് പെട്ടെന്ന് നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കലക്കി വെച്ചിരിക്കുന്ന ലിക്വിഡും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് അലിയാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് സ്പ്രേ ബോട്ടിലാണെങ്കിലും ശരി, അല്ല വെച്ച് നമ്മൾ ഇങ്ങനെ തെളിച്ച് കൊടുക്കുകയാണെന്ന് വെച്ചാലും നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിലോട്ട് ഞാൻ ഇടുന്നത് സോഡാപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് നല്ല ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 സ്പൂണോളം സോഡാപ്പൊടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ പെട്ടെന്ന് തന്നെ നടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാലേ നമ്മൾ വിചാരിച്ച പോലെ നല്ല കാട് പോലെയുള്ള പുല്ലുകളൊക്കെ നമുക്ക് പെട്ടെന്ന് കരിഞ്ഞ് കിട്ടുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഒരു ചെറിയൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വലിയ സ്പ്രേ ബോട്ടിലുണ്ട് വെച്ചാൽ അതിൽ ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് വലുതൊരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കേടുവന്നത് കൊണ്ടാണ് ഞാൻ ചെറുതിൽ കാണിച്ചിരുന്നത്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് പുല്ല് നന്നായിട്ട് വളർന്നെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുള്ളത് കൊണ്ട് തന്നെ നല്ലോണം കൊതുകിൻ്റെ ശല്യമൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. ഏകദേശം വൈകുന്നേരം ആകുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ചെറിയൊരു ഡിഫറൻസ് അറിയാൻ പറ്റുന്നതാണ് കേട്ടോ. ഏകദേശം 2-3 ദിവസം ആകുമ്പോൾ തന്നെ നമുക്ക് നല്ലോണം ഇത് കരിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മഴ സമയത്ത് ഒരിക്കലും ചെയ്യരുത്. നല്ല വെയിലുള്ള സമയത്ത് തന്നെ പ്രത്യേകം നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ പുല്ലുകളിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കാണില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ചെടികളിലൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വൈകുന്നേരം ഇല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഈ ചെറിയ ചെടികളൊക്കെ വാടി കരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ ചെടികളിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നില്ല, കാരണം നമുക്ക് അതിൻ്റെ ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തിട്ട് 100% നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ചിലപ്പോൾ പറ്റിക്കലായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ചെയ്തപ്പോൾ അതിൻ്റെ റിസൾട്ട് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ള ഒരു നമുക്ക് മഴക്കാലത്ത് നമുക്കിതൊരു വലിയൊരു യൂസായിരിക്കും കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരുപാട് കാട് പോലെ കിടക്കുന്നതൊക്കെ ഞാൻ ഇതുപോലെ തെളിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ തെളിച്ചു കൊടുത്തതും അപ്പോൾ മണ്ണിൻ്റെ തന്നെ നമുക്ക് ഒരു കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഇങ്ങനെ തെളിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ചെടികൾ കുറച്ച് ദിവസം വളരാതെ തന്നെ നമുക്ക് ഇരിക്കാനും സഹായിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വെച്ചാൽ ആ ചെടികളിൽ മാത്രമേ കരിഞ്ഞു പോകുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ തെളിച്ചു കൊടുക്കുകയാണ് വെച്ചാൽ നമുക്കത് നല്ലോണം അടിയോടെ നമുക്ക് നന്നായി കരിയിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ വേരൊക്കെ നന്നായി കരിച്ചെടുക്കാൻ പറ്റും.
അപ്പോൾ ഇതുപോലെ ഞാൻ 2 രീതിക്ക് ഞാൻ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തെളിച്ചു കൊടുത്തപ്പോഴാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത്. അപ്പോൾ ഇതൊക്കെ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്താണ് കേട്ടോ, ചെറിയ ചെടികളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താണ്. അപ്പോൾ ഏകദേശം നമ്മൾ ഒരു 11 മണിക്ക് 12 മണിക്ക് ചെയ്തപ്പോൾ നമുക്കൊരു വൈകുന്നേരം ആകുമ്പോഴേക്കും ഇതേപോലെ ചെറിയ ചെടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുല്ലിൽ നോക്കുമ്പോൾ പെട്ടെന്ന് ചേഞ്ച് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 1-2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ പുല്ലിൻ്റെ റിസൾട്ട് നമുക്ക് നല്ലോണം അറിയാൻ പറ്റിയത് കേട്ടോ. അപ്പം നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് വൃത്തിയാവണമെന്നുണ്ട് വെച്ചാൽ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് തന്നെ ഒന്നും കൂടി ചെയ്യുകയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. പക്ഷേ ഞാൻ ആകെ ഒരു തവണ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാനിതുപോലെ 2 തവണ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അത് നന്നായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം പിന്നെ എനിക്കത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ ഏകദേശം ഒരു പിറ്റേ ദിവസമാണ്. അപ്പോൾ പിറ്റേ ദിവസത്തെ ഇങ്ങനെ നന്നായിട്ട് തന്നെ അതിൽ ഡിഫറൻസ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുല്ലിൽ പെട്ടെന്നൊന്നും അറിഞ്ഞില്ല, ചെടികളിലാണ് നമുക്ക് ആദ്യമായിട്ട് റിസൾട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ അതിൻ്റെ പച്ച ഇലകളൊക്കെ മാറിയിട്ട് ഒരു കരിഞ്ഞ ഒരു ഇലയുടെ പച്ചപ്പ് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ ചെടി അങ്ങനെ കരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് പുല്ലിലൊക്കെ പോലെ നന്നായിട്ടൊരു വാട്ടം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആ ഒരു ദിവസം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് പിറ്റേ ദിവസം, അതായത് 2 ദിവസം ആയപ്പോഴേക്കും നമുക്ക് ഇതുപോലെ തന്നെ നല്ല റിസൾട്ടായിരുന്നു കേട്ടോ. ഇതേപോലെ എല്ലാം കരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടല്ല ആ ഭാഗത്ത് ഫുള്ളായിട്ട് പച്ച നിറത്തിലുള്ള പുല്ലും അതേപോലെ തന്നെ നമ്മൾ തെളിച്ചു കൊടുത്ത ഭാഗത്ത് ഇതുപോലെ കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനം തന്നെയാണ് നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റിക്ക് എടുത്തിട്ട് എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് മഴക്കാലത്ത് കൊതുകിൻ്റെയൊക്കെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഏറ്റവും നല്ലതൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ കൊതു മാത്രമല്ല, നമുക്ക് പാമ്പിൻ്റെ ശല്യം, അതുപോലെ തന്നെ നമുക്ക് കമ്പിളിപ്പുഴു, അതുപോലെ അട്ട, ഒച്ച്, അങ്ങനെ ഒരുപാട് ഇത് നമുക്ക് വീട്ടിലോട്ട് കയറി വരാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ വീടിന് ചുറ്റും ഇതുപോലെ നമ്മൾ തെളിച്ച് കൊടുക്കുകയാണ് വെച്ചാൽ നമുക്കതൊന്നും നമ്മുടെ വീട്ടിലോട്ട് വരാതെ നമുക്കിത് സംരക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മണ്ണിന് ഒരു ദോഷവും സംഭവിക്കുന്നില്ല കേട്ടോ. അത് നമ്മൾ ഈ തെളിച്ച് കൊടുത്ത ചെടികൾ മാത്രമേ കരിഞ്ഞ് നിൽക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ആ ഭാഗത്ത് ചെടി വയ്ക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇതാണ്ടില്ല, തെങ്ങിന് ഞാൻ വളം ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതുപോലെയുള്ള വീഡിയോസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.